കഴിഞ്ഞ ദിവസം അൽവാദ മോളിൽ ചെന്നപ്പോൾ എന്നെ കണ്ട ഒരാൾ ഓടി വന്നു. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു മോളാ. എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ, എന്താ ചിരി, എന്താ സന്തോഷം എന്ന് നോക്കിയാൽ. ഞങ്ങൾ ഒന്നിച്ചെന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തേ. എൻ്റെ വീഡിയോ വലിയവരെ പോലെ തന്നെ കുഞ്ഞു പിള്ളേരെയും കാണുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പിള്ളേരുടെ മനസ്സായുണ്ടായി, പിള്ളേർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാന്നേ. ഇന്ന് രാവിലെ ഞാൻ പൂട്ട കഴിച്ചു കേട്ടോ, അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ തള്ളും. ഞങ്ങളങ്ങനെ അൽവാദ മോളിൽ കൂടെ കറക്കം എല്ലാം കഴിഞ്ഞിട്ട് നേരെ ലുലുവിൽ പോയേ. അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ പിന്നെ അവിടെ കയറാൻ തോന്നിയില്ലെന്നേ, മുടിഞ്ഞ തിരക്ക്. അതുകൊണ്ട് ഞങ്ങൾ ലുലുവിൽ കയറാതെ തിരിച്ചു പോകുന്നു കേട്ടോ. പക്ഷെ ആർക്കും ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും എനിക്കൊരു സാധനം വാങ്ങിച്ചു, ഒരു ചെരുപ്പ്. വെറുതെ ജോലിയും കഴിഞ്ഞ് വീട്ടിലിരുന്ന് എന്നെ പൊക്കിക്കൊണ്ട് അൽവാദയിൽ പോയതല്ലേ അല്ലേ. ജസ്റ്റ് ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നത് എന്നാണെന്നറിയോ, എനിക്ക് എന്തിൻ്റെ കെടുതിയായിരുന്നു വെറുതെ വീട്ടിലിരുന്ന് അവളെ വീട്ടിൽ വെച്ചിട്ട് ഷോപ്പിങ്ങിന് ഇവർക്ക് പോയാൽ പോരായിരുന്നോ. അങ്ങനെ എന്നെയും കൊണ്ട് പോയി, ഒരാവശ്യമില്ലാതെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു ഞാൻ. അല്ലെങ്കിലും അതെ, എനിക്ക് ഈ ചെരുപ്പെന്ന് കാണുമ്പോഴേ ഒരു വീക്ക്നെസ്. അല്ലെങ്കിൽ പെൺപിള്ളേർക്കില്ലല്ലേ ഓരോ വീക്ക്നെസ്. എന്നെപ്പോലെ ചെരുപ്പ് വീക്ക്നെസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഈ പെൺപിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഞാൻ ഷോപ്പിങ്ങിനൊന്നും വരുന്നില്ല, ഞാൻ മടുത്തു, വീട്ടിലിരുന്നോളാന്ന്. കേട്ടില്ലല്ലോ, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്. ഇതാ ഞാൻ വാങ്ങിച്ച ചെരുപ്പ് കേട്ടോ, സ്റ്റീമാലിൻ്റെ ഒരു നല്ല ചെരുപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. എനിക്കത് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് വാങ്ങിക്കാനുള്ള റീസൺ ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഈ നാട്ടിൽ പോകുമ്പോഴേ പള്ളിയിൽ പോകുമ്പോൾ ചെരുപ്പ് ഊരിയിടണ്ടേ, ഈ പുറകെ കൂടെ സ്ട്രാപ്പുള്ള ചെരുപ്പ് ഊരിടാൻ ഭയങ്കര പാടാണ്. ഇതാകുമ്പം പെട്ടെന്ന് ഊരുകയും പെട്ടെന്ന് ഇടുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് എനിക്ക് ചെരുപ്പ് വേണമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാ. നല്ല റീസൺ അല്ലേ. പാവം ജസ്റ്റി വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുന്നു.